ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഭാസ്കരൻ്റെ കുടുംബത്തെ 3 സ്ത്രീ ശക്തികൾ ചേർന്ന് ഭാസ്കരൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു പേരുദോഷവും ഒക്കെ മാറ്റി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിമാനമായിരുന്നു. സുഭാഷിനാണെങ്കിലും നമ്മുടെ സുനന്ദ വന്ന് ഇത്രയായിട്ടും അവൾ വന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ എന്നതൊക്കെ ഓർത്തിട്ട് സുഭാഷിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിധി സന്തോഷപ്പെട്ടിരിക്കുന്ന നിധി പിന്നെ ഓൾറെഡി എന്ത് വന്നാലും ഭാസ്കറിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ നിധി നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നിധി വന്നിരുന്ന സമയത്ത് സുഭാഷ് വന്ന് നമ്മുടെ നിധി, മോളെ കുറച്ച് വെള്ളമൊക്കെ നീ കുടിക്കുക, എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം മോള് വന്ന് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പം നിധി പറഞ്ഞു, ഞാൻ പറയണ്ടേ സുഭാഷ് ചേട്ടാ, നമ്മുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ചീത്തപ്പേര് നാട്ടുകാർ സ്വമേധയാ വരുത്തിയെടുത്ത ഓരോ ചീത്തപ്പേരുകളാണ്. അപ്പോൾ അതൊന്ന് തിരുത്തണ്ടേ, നമ്മുടെ അവകാശമില്ലേ അത് എന്നൊക്കെ പറഞ്ഞ് നിധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിന് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സുഭാഷ് പറഞ്ഞ്, അല്ല മോളെ, നാളെ മുതൽ മോള് ജോലിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട. അതെന്താ സുഭാഷ് ചേട്ടാ? അതെ, ഒന്നുമില്ല, വേറൊന്നും കൊണ്ടല്ല, ഇനിയവന്മാരൊരു ചെറുവിരൽ പോലും അനക്കില്ല എന്നതെനിക്കറിയാം. എന്നാലും എനിക്കൊരു ഭയം, മോള് ഒറ്റയ്ക്ക് പോകണ്ട, ഒന്ന് നികേഷിൻ്റെ കൂടെ അല്ലെങ്കിൽ സുധീഷിൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറയാം. അയ്യ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോഴേക്കും സുധീഷ് പറയും, സുഭാഷ് ചേട്ടൻ എന്താ പറ്റിയേ? ഇനി അവൻ ഒരു മൺതരി പോലും നിധിയുടെ നേരെ നോക്കില്ല. അതുപോലെ നമ്മളങ്ങനെ നിധിക്ക് എസ്കോട്ട് പോയി കഴിഞ്ഞാലേ അവൻ വിചാരിക്കില്ലേ നമുക്കൊരു വിലയില്ലാത്ത പോലെയാണത്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അല്പം ധൈര്യവും മനോധൈര്യവും ഒക്കെ ഉള്ളവരാണെന്നും എന്ത് വന്നാലും നേരിടാൻ ഗട്ട്സ് ഉള്ളവന്മാരാണെന്നും അവനൊന്ന് അറിയട്ടെ. അപ്പം നിധി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സുധീഷ് ചോദിക്കും, അല്ല നിധിക്ക് പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കൊരു പേടിയില്ല സുധീഷ്, സുഭാഷ് ചേട്ടന് ചുമ്മാ ടെൻഷനായിട്ട് ഇങ്ങനെ പറയുന്നില്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സുനന്ദേനെ നമ്മുടെ ലളിതയും ഗംഗാധരനും കൂടെ അങ്ങോട്ട് ചുമരയിലൊട്ടിക്കും കണക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എടി ഒരുമ്പെട്ടവളെ, നീ എന്തിനാടി ആ ഭാസ്കറിൻ്റെ വീട്ടിൽ വന്ന് അവർക്ക് വേണ്ടി വാദിച്ചത്? അമ്മ എന്ത് കരുതിയിട്ടാ? സുഭാഷ് ചേട്ടനെയൊക്കെ അമ്മ ഇന്നലെ കാണാൻ തുടങ്ങിയുള്ളൂ. സുഭാഷ് ചേട്ടനും കുടുംബവും അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത ഒരു കേസിലും ചെന്ന് തലയിടില്ല. അവർക്കെതിരെയായിട്ട് അമ്മയും അമ്മാവനും ചെന്ന് ഇമ്മാതിരി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നാണമില്ലെന്നും ചോദിച്ച് സുനന്ദ കിടന്ന് എതിര് പറയാണ്. അപ്പോഴേക്കും ലളിത പറഞ്ഞതേ, നീ അവരുടെ വീട്ടിൽ പോയും അവർക്ക് വേണ്ടി വക്കാലത്തൊക്കെ പറയണതേ നീ കല്യാണം കഴിഞ്ഞാണ്, നീ അത് ഓർത്തോണം. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇപ്പോഴും സുഭാഷ് ചേട്ടനെ വിളിക്കാറുണ്ട്, സുഭാഷ് ചേട്ടൻ എന്നെയും വിളിക്കാറുണ്ട്. നീ അവനെ വിളിക്കാറുണ്ടോ? അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, നീ എന്തൊക്കെയാ മോളെ ഈ കാണിക്കണേ? ലളിത പറഞ്ഞു, ഇവളുടെ ജീവിതം തൊലച്ച് കളയും, അത് തന്നെ ഗംഗേട്ടാ നടക്കണത് എന്നും പറഞ്ഞ് ലളിത കരയാണ്. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, അതെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെക്കാട്ടിലും ബോധം സുഭാഷ് ചേട്ടനുണ്ട്. അമ്മയെ പോലെ ബോധമില്ലാത്തതല്ല, എനിക്കും എൻ്റെ ജീവിതം എന്താണെന്നും ഞാൻ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണെന്നും എന്ന ബോധമൊക്കെ എനിക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുനന്ദ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സുനന്ദയുടെ ഹസ്ബൻഡ് എന്തോ പുറത്ത് പോയിട്ട്, അവരിവിടെ 2-3 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വരുന്നുണ്ട്. അപ്പം ചോദിക്കുക, അല്ല ഇവിടെ എന്താ ഇത്ര ബഹളം? അപ്പോഴത്തേക്കും പതുക്കെ ലളിതയും ഗംഗാധരനും വിഷയം മാറ്റിയാണ്. ഒന്നുമില്ല മോനെ, എവള് കണ്ടിട്ട് കുറേ ദിവസം ആയില്ലേ, എവളുടെ ഓരോ കുന്നായ്മത്തരം വർത്തമാനങ്ങൾ ഞങ്ങൾ കേട്ടിരുന്ന് ചിരിച്ചു പോയതാന്നൊക്കെ പറഞ്ഞ് വിഷയം പതുക്കെ ഗംഗാധരൻ മാറ്റി. എന്നിട്ട് ലളിത പറയും, മോളെ നീ അവനെ കൂട്ടി റൂമിലോട്ട് പൊക്കോ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ സുനന്ദ നമ്മുടെ ലളിതേനെയും ഗംഗാധരനെയും ഒരു നോട്ടം അങ്ങ് നോക്കും, ദഹിക്കും കണക്ക്. എന്നിട്ട് ഹസ്ബൻഡിനെയും കൂട്ടി റൂമിലോട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ നീതുവിൻ്റെ വീട്ടിലെ വിശേഷമാണെങ്കിൽ പറയാനുണ്ടോ? നമ്മുടെ നീതുവിൻ്റെ അമ്മയും സീതയും ചന്ദ്രനും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് നമ്മുടെ നീതുവിനെ അങ്ങോട്ട് പടം ഒട്ടിക്കും പോലെ ഒട്ടിക്കുകയാണ്. കണ്ടില്ലേ, അവളെ എത്ര ഇരുന്നിട്ട് അവൾ അവിടെ കയറി വന്നിട്ട് അവൻ്റെ വീട്ടുകാരെ അനുകൂലിച്ച് അവൾ സംസാരിച്ചിരിക്കണം. അവളുടെ സ്വന്തം ചോരയായ ചെറുക്കനെ ഇടിച്ച് കൊല്ലാറാക്കി. എന്നിട്ട് അതൊന്നും അവൾക്ക് വിഷയമില്ല, അവൾ സ്നേഹിക്കണവനും അവൻ്റെ കുടുംബവും വലുത്. അതെ അമ്മ. പക്ഷേ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഖിലപ്പം തന്നെ പറഞ്ഞു, അമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വല്ല കൂസലുണ്ടോ? പക്ഷെ നീതു ഒന്നിനും മറുപടി പറയാൻ പോയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നീതുവിനെ കൊണ്ട് കഴിയില്ല ഇനി തല്ല് മേടിക്കാൻ, പാവം. അതുകൊണ്ട് അത് മിണ്ടാതെ
ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു രക്ഷയും ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, എവളെ വളർത്തി വലുതാക്കിയിട്ട് ഒരു കൂറ് പോലും കുടുംബത്തിനോട് ഇല്ലല്ലോടി നിനക്കെന്ന് ചന്ദ്രനും പറയാം. അപ്പോഴേക്കും നമ്മുടെ സരിത പറയില്ല, നീതുവിൻ്റെ അമ്മ പറയും, സീതയെന്നാണ്, സരിതയല്ല, സീത പറയും, അതെ ഈ എവളെ പ്രസവിച്ച് വളർത്തണ നേരം കൊണ്ട് തെരുവിൽ കിടക്കുന്ന വല്ല പിള്ളേർക്കും എന്തെങ്കിലും കൊടുത്തെങ്കിൽ അതിനൊക്കെ ഒരു നന്ദിയുണ്ടോ? വെളിയിൽ കിടക്കുന്ന ഒരു പട്ടിക്ക് തീറ്റ കൊടുത്ത് അത് നമ്മളെ കാണുമ്പോഴെങ്കിലും വാലാട്ടും. ഇതൊക്കെ കേട്ടിട്ട് നീതു കമാന്നൊരക്ഷരം മിണ്ടിയില്ലേട്ടോ. അഖിലും ഒപ്പത്തിനൊപ്പം തന്നെ പറയുന്നുണ്ട്. കാരണം നീതു വന്ന് അവിടെ സംസാരിച്ചത് അവർക്കെല്ലാവർക്കും ഒരു ഭയങ്കര ഷെയിമായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പറയുമെന്ന് അവരൊരിക്കലും കരുതിയില്ലല്ലോ. പക്ഷേ അഖിലിൻ്റെ ഭാഗത്തെ തെറ്റ് മിണ്ടല്ല കേട്ടോ, അത് ന്യായീകരിച്ചാണ് അഖിൽ സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടീനെ മോശമായിട്ട് ഒരു റോഡിൽ വെച്ച് പരസ്യമായിട്ട് അപമാനിക്കുക എന്ന് പറയുന്നത് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നല്ലൊരു ഇത് തന്നെയാണ് ചെയ്തത്, തെറ്റ് തന്നെയാണ് അഖിൽ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹരീഷും അതുപോലെ അവരെല്ലാവരും കിടക്കാനായിട്ടുള്ള തയ്യാറാണ്. അപ്പോൾ ഹരീഷിന് നീതുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. കാര്യം വേറൊന്നുമല്ല, എന്തായാലും അവൾ ആള് പുലിയാണ്. തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും തനിക്ക് വേണ്ടിയിട്ടും അവൾ അവിടെ നിന്ന് ഇവിടെ വന്ന് അവളുടെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും എതിർത്ത് സംസാരിച്ചല്ലോ. അവൾക്കപ്പോൾ എന്നോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹരീഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ സുധീഷ് നിധി ഓരോ സമയത്തും ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിധി ഒരുപാട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് സുധീഷിന് അഭിമാനം തോന്നുന്നേനെ കേട്ടോ. അപ്പം ഹരീഷ് ഇങ്ങനെ ഓർത്തോർത്ത് ഒരു ചിരി അങ്ങ് ചിരിക്കണം. അപ്പോഴേക്കും സുധീഷ് ചോദിക്കും, അല്ല നീ എന്തിനാ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കണേ? അല്ല സുധീഷ് ചേട്ടാ, നീതു ആള് പുലിയല്ലേ, കുഴപ്പമില്ല. അപ്പം സുധീഷ് ചോദിച്ചു, കുഴപ്പമില്ല, എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല അവൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് അവൾ സംസാരിച്ചല്ലോ, അവരെയൊക്കെ എതിർത്തും ഒക്കെ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞ്, നീ അപ്പോൾ നിധി ഒന്നും സംസാരിച്ചില്ല? അല്ല നിധിയേട്ടത്തെയും പറഞ്ഞു, ഇതൊക്കെ നിനക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ആക്കിയെടുത്തത് നിന്നോടുള്ള കോച്ചിങ്ങൊക്കെയാണ്, ലൈൻ അടിക്കാനും ഒക്കെ പറഞ്ഞു തന്നത് ഞാനല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കണം. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞ്, അയ്യടാ ഇയാക്കടെ ഉപദേശം, ഇയാൾക്ക് സ്വന്തം ഭാര്യയെങ്കിലും വളച്ചൊടിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഭാര്യയെ വളച്ചൊടിച്ച് ഐ ലവ് യു പറയാൻ പോലും കഴിവില്ലാത്തൊരു മനുഷ്യനെന്നും പറഞ്ഞ് ഹരീഷ് സുധീഷിനെ കളിയാക്കട്ടോ. സത്യം പറഞ്ഞാൽ സുധീഷ് ഒരു ഇച്ചിരി നേരം അയ്യടാന്നൊക്കെ ആയി, എങ്കിലും അത് പോട്ടെ സാരമില്ല എന്നുള്ള രീതിയിൽ. ഇതേ സമയം നമ്മുടെ സുഭാഷ് നികേഷും ഒക്കെ വന്ന് കിടന്നു. അങ്ങനെ എല്ലാവരും ഉറക്കമായിരുന്നു. അപ്പോൾ ഈ സമയം സുഭാഷ് ഉറക്കം വരാണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഹരീഷിനെയും അതുപോലെ തന്നെ നികേഷിനെയും വിളിച്ചുണർത്തി. അപ്പോൾ സുധീഷ് നല്ല ഉറക്കത്തിലാണ്. എന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് അവർ മൂന്നുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം സുഭാഷ് പറഞ്ഞ്, അതെ ഞാൻ കുറച്ച് നേരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കണം. അപ്പം ഹരീഷ് എന്താ സുഭാഷ് ചേട്ടാ? അപ്പോൾ നികേഷ് ഉത്കണ്ഠയോടുകൂടി ഇങ്ങനെ ഇരിക്കണം, എന്താണ് സുഭാഷ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതെ നമ്മളിങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് ഈ വീടൊന്ന് മാറിയാലോ? അപ്പോൾ ഹരീഷ് വീട് മാറാനോ? പിന്നല്ലാണ്ട് ഇന്ന് എന്നെ കണ്ടില്ലേ, ആ കുട്ടി എത്ര വലിയ വീട്ടിൽ വളർന്ന കുട്ടിയാണ്. സുധീഷ് കല്യാണം കഴിച്ചുവെങ്കിലും അവർ തമ്മിൽ ഒരു ഇതായിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതവും കിട്ടും. ഒരു പക്ഷേ ഈ ചീത്തപ്പേരൊക്കെ ആ കുട്ടിയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യാം. നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ആണുങ്ങളായിട്ട് ഇവിടെ കഴിയണോണ്ടല്ലേ നിധി ഇന്ന് ആ മോശം സംസാരമൊക്കെ അവൻ്റെയൊക്കെ വായിരുന്ന കേൾക്കേണ്ടി വന്നതെന്ന് പറയാം. അപ്പോഴേക്കും ഹരീഷും നികേഷും മുഖത്തോടും നോക്കിയാണ്. കാരണം സുഭാഷ് ചേട്ടൻ പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഇല്ലേ എന്നൊരു തോന്നൽ വരെയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ഓഹോ, അപ്പം ഇതായിരുന്നു ചർച്ച അല്ലേ? ആയിക്കോട്ടെ, അപ്പം വീട് മാറണം, അതാണ് കേസ്. അതെ സുഭാഷ് ചേട്ടനെ കൊണ്ട് പറ്റുമോ ഈ വീട് മാറി എന്നെയും നിധിനെയൊക്കെ ഇവിടെ ആക്കിയിട്ട് പോകാൻ? സുഭാഷ് ചേട്ടനും ഹരീഷിനും നികേഷിനും പറ്റുമോ? നിധി സമ്മതിക്കുമോ അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് സംസാരിക്കാനായിട്ടോ. അപ്പോൾ സുഭാഷ് നീ അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് അപ്പം കാര്യം പറയുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ നിസ്സാരമായിട്ട് അങ്ങനെ കണ്ട് തള്ളേണ്ട കാര്യമല്ല, അതിലും കാര്യം ഉണ്ടടാ എന്നൊക്കെ പറയാം.
അങ്ങനെ അവർ സംസാരിച്ചിട്ട് കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹരീഷിന് ഉറക്കം വന്നില്ല. അപ്പോൾ ഹരീഷിൻ്റെ ഫോണിലൊരു ബെല്ല് കേൾക്കുകയാണ്. അപ്പോൾ ഹരീഷ് ഫോണെടുത്ത് നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറാണ്. അങ്ങനെയാണ്. അപ്പോൾ ഹരീഷ് അല്ലെങ്കിൽ തന്നെ സുധീഷ് ഹരീഷിനോട് പറഞ്ഞൊക്കെയായിരുന്നു, ആ നീതു ഇതൊക്കെ പറഞ്ഞിട്ട് ചെന്നിട്ട് അവിടെ എന്തായി കാണും, ഉള്ള തല്ലെല്ലാം ആ കൊച്ചിനെ കിട്ടിക്കാണുമെന്നും പറഞ്ഞ് സുധീഷ് പറഞ്ഞതും കേട്ട് ഹരീഷ് ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്. കാരണം വിളിക്കാൻ ഫോണൊന്നും ഇല്ലല്ലോ നീതുവിനെ. അപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ അപരിചിതമായ ഒരു നമ്പർ എടുത്തപ്പോൾ നീതുവാണ്. നീതുവോ, നീ ഇതാരെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്? അതെ, ഇത് അച്ഛൻ്റെ ഫോണാണ്. അച്ഛൻ അറിഞ്ഞില്ല ഞാൻ ഫോൺ എടുത്തത്, ഞാൻ കട്ടെടുത്തുകൊണ്ട് വന്ന് വിളിക്കുന്ന. ഹരീഷ് എന്തെടുക്കുക? അപ്പോൾ പറയും, ഞാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അവർ തല്ലി, ഒരുപാട് തല്ലിയൊന്നുമില്ല, എന്നാലും കുറേ ആദ്യമൊക്കെ കുറച്ച് തല്ല് കിട്ടി. പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചൊന്നും പറയാൻ പോയില്ല. ഹരീഷ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ഹരീഷിന് ശരിക്കും പറഞ്ഞാൽ നീതുവിൻ്റെ ആ സംസാരം കേട്ടിട്ട് ഒരു എന്താ പറയണ, ഒരു ഭയങ്കര സ്നേഹവും ഒരു സങ്കടമൊക്കെ നമ്മുടെ ഹരീഷിനും വരെയാണ്. അപ്പോൾ അവളുടെ ആ ഒരു സംസാരം കേട്ടിട്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്ന സീനോട് കൂടിയാണ് നാളത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കുക. എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കോൾഡും പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇവർ വിവാഹിതരാകുന്ന സീരിയൽ പരമ്പര ഞാൻ ഒരു 12 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.